LMSുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൂഡിൽ എന്ന മൊബൈൽ ആപ്പ് എങ്ങനെ ഫലപ്രദമായി ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആക്സസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂഡിൽ എന്ന മൊബൈൽ ആപ്പ് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോർ വഴിയും ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയും ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും മൂഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. MOODLE മൂഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ ഇത് വരും. നമ്മളവിടെ ഈ സൈറ്റ് അല്ലെങ്കിൽ മൂഡിൽ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് നമ്മുടെ ഏത് സൈറ്റിൽ നിന്നാണോ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് ആ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ സൈറ്റ് അഡ്രസ്സ് ഞാനിവിടെ നേരത്തെ നമ്മൾ മഹാരാജാസ് കോളേജിൻ്റെ സൈറ്റ് അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കണക്ട് യുവർ സൈറ്റ്, ഇതിന് തൊട്ട് താഴെയായിട്ട് കണക്ട് യുവർ സൈറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ പ്രവേശിക്കുന്ന മഹാരാജാസ് കോളേജിൻ്റെ LMS പേജിലേക്കാണ്. അവിടെ മഹാരാജാസ് കോളേജിൽ നിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡുമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പം സംബന്ധിച്ച് നിങ്ങളുടെ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് വേണം ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ. അപ്പം നമ്മളിവിടെ സ്റ്റുഡൻറ്റ് വൺ എന്നാണ് ഇവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് PASS@2024. ഓക്കെ, നമുക്കിത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് തന്നെ പുതിയ കുറച്ച് മെസ്സേജുകളൊക്കെ വന്നെന്നിരിക്കാം. അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പം നിലവിൽ മഹാരാജാസ് കോളേജിലെ അധ്യാപകർ എൻറോൾ ചെയ്തിട്ടുള്ള കോഴ്സുകളുടെ വിവരങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വിവിധ കോഴ്സുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ അതിവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കൊടുക്കുന്ന കോഴ്സ് വിവരങ്ങളാണ് ഇവിടെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കോഴ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഈ കോഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് അധ്യാപകർ തന്നിട്ടുള്ള വിവിധ വിവരങ്ങൾ, അതായത് അവർ ഇവിടെ ഇതിനകത്ത് തന്നിട്ടുള്ള റിസോഴ്സുകൾ അതെന്തെല്ലാമാണോ, ഇപ്പോൾ ഇവിടെ UG റെഗുലേഷൻസ് തന്നിട്ടുണ്ട്, സിലബസ് തന്നിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ വിവിധ വിവരങ്ങൾ, അതിൻ്റെ വിവിധ മൊഡ്യൂളുകളുണ്ട്, അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, വീഡിയോസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൊബൈൽ ആപ്പിലൂടെ ഇതിനകത്തേക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ഇവർക്കിത് ആക്സസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് ഒരു ക്ലൗഡ് ഡൗൺ ആരോ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ വിവരങ്ങളാണ്. ഇതിൻ്റെ എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നോക്കുക, ഇതിനകത്ത് ഡൗൺലോഡ് കോഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഓഫ്ലൈൻ ആണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ഡേറ്റ ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ കോഴ്സിലേക്ക് ആക്സസ് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ഇതേപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മൾ ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു കോഴ്സ് ഉപയോഗിക്കുമ്പോൾ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അതിനായി നമ്മൾ ഇതിൻ്റെ പ്രൊഫൈൽ, നമ്മളൊരു ചെറിയ ചിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള പ്രൊഫൈൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക.
ഇതിനകത്ത് നമ്മളിപ്പോൾ ഓൾറെഡി മഹാരാജാസ് ഡമ്മി സ്റ്റുഡൻറ്റ് എന്ന രീതിയിലുള്ള ഒരു ഇതിലേക്ക് നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു അക്കൗണ്ട്, അതായത് സ്വിച്ച് ടു അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഒരു താഴെ വലത് കോർണറിലായിട്ട് പ്ലസ് സൈൻ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും മറ്റൊരു കോളേജിൻ്റെ അല്ലെങ്കിൽ മറ്റ് മൂഡിൽ സൈറ്റുകളിലേക്ക് നമുക്ക് പോകുന്നതിന് സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ നിലവിൽ നമ്മൾ പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലെ ഒരു മൂഡിൽ സൈറ്റിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൈറ്റ് കോപ്പി ചെയ്യുന്നു, നമ്മളവിടെ പേസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ കണക്ട് യുവർ സൈറ്റ് എന്നുള്ളതിൽ പോയി നമ്മൾ സ്റ്റുഡൻറ്റ് 2 എന്നാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന യൂസർ നെയിം, പാസ്വേഡ് ക്യാപിറ്റൽ PASS @2024. ഓക്കെ, നോക്കാം. നമ്മൾ സ്റ്റുഡൻറ്റ് 2 എന്ന യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. പാസ് @2024 എന്നുള്ള പാസ്വേഡ് കൊടുക്കുന്നു. നമ്മൾ അതിനകത്തേക്ക് ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് പട്ടാമ്പി കോളേജിലെ വിവിധ അധ്യാപകർ എൻറോൾ ചെയ്തിട്ടുള്ള വിവിധ കോഴ്സുകളെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരേ സമയം തന്നെ മറ്റ് സൈറ്റുകളിൽ നിന്നും നമുക്ക് കോഴ്സ് ആക്സസ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ മൊബൈൽ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.